നമസ്കാരം. ഇക്കണോമിക് ടൈംസ് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്തുകൊണ്ടാണ് പണക്കാർ കൂടുതൽ പണക്കാരാകുന്നത്? നമ്മളിൽ പലരും ചിന്തിക്കാറുള്ള കാര്യമാണിത്. അവർക്ക് വലിയ ബിസിനസ് ഉള്ളത് കൊണ്ടോ ലോട്ടറി അടിച്ചതുകൊണ്ടോ മാത്രമല്ല അത്, മറിച്ച് കൃത്യമായ ചില ശീലങ്ങൾ അവർക്കുണ്ട്. പ്രത്യേകിച്ചും ഓരോ മാസവും അവർ മുടങ്ങാതെ ചെയ്യുന്ന ചില സാമ്പത്തിക കാര്യങ്ങൾ. ഇന്ന് നമ്മൾ നോക്കുന്നത് വലിയ സാമ്പത്തിക അച്ചടക്കമുള്ളവർ അല്ലെങ്കിൽ റിച്ചായ ആളുകൾ ഓരോ മാസവും ചെക്ക് ചെയ്യുന്ന 3 പ്രധാന കാര്യങ്ങളെക്കുറിച്ചാണ്. വെറും 3 കാര്യങ്ങൾ. ഇത് കൃത്യമായി ചെയ്താൽ 2026 നിങ്ങളുടെ പോക്കറ്റും സേഫ് ആയിരിക്കും. ഒന്നാമത്തെ കാര്യം നിങ്ങളുടെ കടബാധ്യതകൾ അല്ലെങ്കിൽ കടങ്ങൾ ചെക്ക് ചെയ്യുക എന്നതാണ്. പലരും ക്രെഡിറ്റ് കാർഡ് ബില്ല് വരുമ്പോൾ മാത്രം അതിനെക്കുറിച്ച് ചിന്തിക്കുന്നവരാണ്. എന്നാൽ പണക്കാർ ചെയ്യുന്നത് അതല്ല. മാസത്തിന്റെ തുടക്കത്തിൽ തന്നെ അവർ നോക്കും എവിടെയൊക്കെ പലിശ കൂടുതലുള്ള കടങ്ങളുണ്ട് എന്ന്. ഉദാഹരണത്തിന് ക്രെഡിറ്റ് കാർഡ് കുടിശ്ശികയോ പേഴ്സണൽ ലോണോ ഉണ്ടെങ്കിൽ കയ്യിലുള്ള ചെറിയൊരു തുക ഉപയോഗിച്ച് അത് കുറയ്ക്കാൻ പറ്റുമോ എന്ന് അവർ നോക്കും. കടം പെട്ടെന്ന് തീർക്കാൻ ഒരു വഴിയുണ്ട്. നിങ്ങളുടെ കയ്യിൽ ഒരു 5000 രൂപ അധികം വന്നാൽ അത് അപ്പോൾ തന്നെ ലോണിലേക്ക് അടയ്ക്കുക. പ്രിൻസിപ്പൽ എമൗണ്ട് കുറയും, പലിശയും കുറയും. ഇത് എല്ലാ മാസവും ചെയ്യുന്ന ശീലമാണോ എന്ന് നിങ്ങൾക്കൊന്ന് ആലോചിച്ചു നോക്കാവുന്നതാണ്. രണ്ടാമത്തെ കാര്യം, നമ്മളെല്ലാവരും സിപ്പോ അല്ലെങ്കിൽ RD ഒക്കെ ഇട്ടിട്ടുണ്ടാകും. പക്ഷെ അത് അക്കൗണ്ടിൽ നിന്ന് കട്ടായി പോകുന്നുണ്ടോ എന്ന് പലരും നോക്കാറില്ല. ചിലപ്പോൾ അക്കൗണ്ടിൽ ബാലൻസ് ഇല്ലാത്തത് കൊണ്ട് സിപ്പ് മുടങ്ങിയിട്ടുണ്ടാകാം. ബാങ്ക് അതിന് പിഴയും ഈടാക്കും. ഇത് വലിയ നഷ്ടമാണ്. അതുപോലെ കഴിഞ്ഞ മാസം നമ്മൾ വിചാരിച്ചത്ര പണം സേവ് ചെയ്യാൻ പറ്റിയോ, അല്ലെങ്കിൽ എന്താണ് കാരണം? അനാവശ്യമായി പുറത്തുനിന്ന് ഭക്ഷണം കഴിച്ചതാണോ അതോ യാത്രകൾ കൂടിയതാണോ? ഇത് മാസത്തിന്റെ തുടക്കത്തിൽ തന്നെ ഒന്ന് വിലയിരുത്തുക. തെറ്റുകൾ തിരുത്താൻ ഇത് സഹായിക്കും. മൂന്നാമത്തെ കാര്യം വളരെ പ്രധാനപ്പെട്ടതാണ്. ഫ്യൂച്ചർ പ്രൂഫിംഗ് അഥവാ പുതിയ കാര്യങ്ങൾ പഠിക്കുക. പണക്കാരായ ആളുകൾ ഒരിക്കലും പഠിക്കുന്നത് നിർത്താറില്ല. ഓരോ മാസവും പുതിയ ഏതെങ്കിലും ഒരു നിക്ഷേപ രീതിയെക്കുറിച്ച് അവർ പഠിക്കും. ഇത് അപ്പോൾ ട്രെൻഡിങ് ആയ ഏതെങ്കിലും ഒരു സെക്ടറിനെ കുറിച്ചാകാം, അല്ലെങ്കിൽ പുതിയൊരു ഗവൺമെന്റ് സ്കീമിനെ കുറിച്ചാകാം. ഉദാഹരണത്തിന് 2026 ഗ്രീൻ എനർജിയോ ഡിഫൻസോ ഒക്കെ നല്ല രീതിയിൽ പോകുന്നുണ്ടോ എന്ന് വെറുതെ ഒന്ന് വായിച്ചു നോക്കുക. ഉടനെ പോയി പണം ഇടണം എന്നല്ല പറയുന്നത്, പക്ഷേ വിപണിയിൽ എന്ത് നടക്കുന്നു എന്ന് അറിഞ്ഞിരിക്കണം. അത് വാച്ച് ലിസ്റ്റിൽ ഇട്ട് വെക്കാം. അറിവാണ് ഏറ്റവും വലിയ സമ്പത്ത്. അതുകൊണ്ട് ഈ മാസം മുതൽ ഈ 3 കാര്യങ്ങളൊന്ന് ശീലമാക്കൂ. കടങ്ങൾ മനസ്സിലാക്കണം, ലക്ഷ്യങ്ങൾ വിലയിരുത്തണം, പുതിയൊരു കാര്യം പഠിക്കണം. നിങ്ങളുടെ സാമ്പത്തിക ആരോഗ്യം താനെ മെച്ചപ്പെടും. ഈ വീഡിയോ അറിവിലേക്കായി മാത്രമുള്ളതാണ്. ഓഹരി വിപണിയിലെ നിക്ഷേപങ്ങൾ ലാഭനഷ്ട സാധ്യതകൾക്ക് വിധേയമാണ്. ഏതൊരു നിക്ഷേപം നടത്തുന്നതിന് മുമ്പ് സെബി രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഒരു സാമ്പത്തിക വിദഗ്ധനുമായി ചർച്ച ചെയ്യുക. നന്ദി.